അവൻ കുറച്ചും കൂടെ ഒരു പോസിറ്റിവിറ്റി കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവൻ കുറച്ച് സാഡാണ്, ഇടയ്ക്ക് പെട്ടെന്ന് ഡെസ്പാവും. അപ്പൊ ആരെങ്കിലും ഈ ശ്രീധുവിന്റെ ഇതാണെങ്കിൽ തന്നെ അവര് തമ്മിലൊന്ന് ജസ്റ്റ് സംസാരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവൻ ഡെസ്പാവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അതിനകത്തോട്ട് കൂടുതൽ അഫക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. രണ്ടുപേരാണല്ലോ ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരാൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡെസ്പായി പോകും. അതെ അതെ അതെ. പിന്നെ മാത്രം ഇപ്പൊ കുഴപ്പമില്ല. പിന്നെ അതിനകത്ത് നമുക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഇല്ലാതെ കണ്ടസ്റ്റൻസ് വൈസ് അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴും ഇപ്പം പല കണ്ടസ്റ്റൻസ് ആണെങ്കിലും അവർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട്, എല്ലാവരും പരസ്പരം. ആ ടാസ്ക് വരുന്ന സമയമുള്ള അടി ഇടിയൊക്കെ ഉള്ളൂ, പിന്നെ അവര് കൂളാവും. അങ്ങനെ അല്ലാണ്ട് അതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ ചെന്നിട്ടിറങ്ങിയപ്പോൾ അവന് കുറച്ചും കൂടെ ഒരു എനർജി ഫീൽ ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ ഉണ്ട്. ഇപ്പൊ എന്തായാലും ഇപ്പൊ ശ്രീധുവിന്റെ അമ്മ കയറിയപ്പോഴായാലും നിങ്ങൾ കയറിയപ്പോഴായാലും അതിൻ്റെ ഉള്ള പരിപാടി മീൻസ് ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് ശ്രീധുവിന്റെ അമ്മയ്ക്ക് കുറച്ച് സൈബർ ബുള്ളിങ് പോലെ കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. പക്ഷെ ചേച്ചി അമ്മേനെ പറ്റിയിട്ടായാലും ഒരു നല്ല രീതിക്ക് സംസാരങ്ങളൊക്കെ വന്നിട്ട് അപ്പൊ ആക്ച്വലി ചേച്ചി ഒരു വ്യൂവർ എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ ചേച്ചി ആരുടെ ഒരു പക്ഷത്താ നിൽക്കുക? അങ്ങനെ പക്ഷം പറയാൻ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നത് ശ്രീധുവിന്റെ അമ്മ ചിലപ്പം ഒരു മകളോട് സംസാരിക്കേണ്ട രീതിയും മനസ്സിലായോ, ഒരു ഓവർ കെയർ കൊടുത്തതാവാം, അത്രേ ഉള്ളൂ. അവര് നേരത്തെ പോയി കിടക്കാനൊക്കെ പറയുന്നതും ഒരു അമ്മ മോളോട് എന്താണ് പറയുന്നത്, അവര് വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാനിവിടെ പോരുത് ഇവനോട് പോരുതെന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഒരു അമ്മ മോളോട് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ അവിടെയും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ ഫാൻസ് ഇതെടുത്ത് അങ്ങോട്ട് പുകച്ചങ്ങോട്ട് കത്തിച്ചു വിട്ടു. അതാണ് ഈ പ്രശ്നം വന്നത്. അങ്ങനെയാണ് സൈബർ ബുള്ളിങ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ അറിഞ്ഞത്. അതിലൊന്നും കാര്യമാക്കണ്ട, ബി അതന്നെ ബോൾഡായിട്ടിരിക്കാം. ഇനി ഞാൻ അലിയന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാം. ഇപ്പൊ അർജുന് പകരം ചേച്ചിയാണ് ബിഗ് ബോസിലേക്ക് പോവുണ്ടായിരുന്നെങ്കിൽ ചേച്ചി എങ്ങനെയായിരിക്കാനുള്ള എന്തൊക്കെയായിരിക്കും ചെയ്യണ്ടാവുക? മറ്റേ മാലപ്പടക്കല്ലേ, അതിന് തിരി കൊളുത്തിട്ട് പടപടാന്ന് പറഞ്ഞ പൊട്ടൂല്ലേ, അതായിരിക്കും അവിടെ ഫുൾ എന്റർടൈൻമെന്റും ജേകപോക കച്ചറ മൊത്തം ഉണ്ടാവും. എന്നുവെച്ചാല് കച്ചറ എല്ലാം വടക്കും പിടുത്തും എല്ലാം ഉണ്ടാവും. അതിനകത്ത് ഫണ്ണി എന്താ പറയുക, ഒരു അവിയില് വരുമായിരിക്കും. ഇമോഷണൽ ഉണ്ടാവും, സെന്റി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, പൊട്ടിത്തെറിക്കും, ഫണ്ണെലമെന്റ് ഉണ്ടാവും. കാരണം 8 കൊല്ലായില്ലേ, അപ്പൊ എനിക്കറിയാലോ. അതെ, അടുത്ത പ്രാവശ്യം ചേച്ചി പോകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു. അപ്പൊ ചേട്ടൻ ഒറ്റയ്ക്ക് ജിമ്മൊക്കെ നോക്കി നടത്തേണ്ടി വരും കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. നമ്മള് ബിഗ് ബോസ് തിരിച്ചു വരുമ്പം അമ്മ ഒരു വിളിച്ചായിരുന്നു അർജുനേ എന്നുള്ളത്. അത് ആക്ച്വലി അമ്മയാണ് വിളിച്ചത്. പക്ഷെ ചേച്ചിക്ക് ഒന്ന് ക്യാമറ നോക്കിട്ട് ഒന്ന് വിളിക്കാൻ പറ്റോ? അങ്ങനെയാ വിളിച്ചോളൂ അർജുനേ. അത് അമ്മ എപ്പോഴും വീട്ടിലതിനെ വിളിക്കാറുണ്ടോ? ഇല്ല, അത്